ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. എൻ വിജയന്റെ ആത്മഹത്യയിൽ പൊതുസമൂഹത്തിന് അറിയേണ്ട, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർ നാളെ മുതൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്നു. മുൻകൂർ ജാമ്യം ലഭിക്കാനായി 5 പതിറ്റാണ്ട് കോൺഗ്രസിനായി ജീവിച്ച എൻ വിജയൻ എന്ന മനുഷ്യനെ അഴിമതിക്കാരനും രാഷ്ട്രീയ നൈതികതയില്ലാത്തവനും കൊലപാതകിയും വരെയാക്കി IC ബാലകൃഷ്ണൻ. എൻ വിജയനൊപ്പം നിൽക്കുകയും IC ബാലകൃഷ്ണനോടൊപ്പം ഓടുകയും ചെയ്യുന്ന കോൺഗ്രസ് ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടേയില്ല എന്ന മട്ടാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും കസ്റ്റഡിക്ക് തുല്യമാണ് വ്യവസ്ഥകൾ. തെളിവുകളൊക്കെയും വ്യക്തതയോടെ സംസാരിക്കുന്ന കേസിൽ ചോദ്യമുനയിൽ വ്യാജകഥകൾ മെനയാനാകുമോ IC ബാലകൃഷ്ണന്? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് CK ശശീന്ദ്രൻ CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി K. ബേബി കോൺഗ്രസ് നേതാവ്, M. ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. പ്രൊഫസർ റോണി K. ബേബി, ഈ കേസുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എന്താണ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദത്തിനിടയിൽ മുഴുവനും നമ്മൾ കേട്ടത്. എൻ വിജയൻ അഴിമതിക്കാരനാണെന്നും മകനെ കൊലപ്പെടുത്തിയ കൊലപാതകിയാണ് എന്നുവരെ പറയുകയുണ്ടായി IC ബാലകൃഷ്ണൻ എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിന് മുന്നിലും ഇതേ നിലപാട് തന്നെയാണോ സ്വീകരിക്കാൻ പോകുക? നമുക്കറിയാം, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് CPM-നെതിരെ ആണെങ്കിൽ കോൺഗ്രസ് അതിനെതിരെ വിമർശനം ഉണ്ടാവും. അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ആത്യന്തികമായി അതിന്റെ അകത്ത് ഒരു ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥതയുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, കൽപ്പറ്റ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അവിടെ 2 ദിവസത്തെ വാദമാണ് നടന്നത്. ഈ കോൺഗ്രസിന്റെ നേതാക്കൾ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ 1000 പേജ് വരുന്ന അന്വേഷണ ഡയറിയാണ് അവിടെ പോലീസ് ഹാജരാക്കിയത്. അത് സാധാ ലോക്കൽ പോലീസ് അല്ല അന്വേഷിച്ചത്. അവിടെ സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം. ഈ 2 അന്വേഷണവും കൂടാതെ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് 4 ദിവസം മുമ്പേ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം. അപ്പോൾ പോലീസ് വളരെ ചടുലമായി ജാഗ്രതയോടെ അതിന്റെ മുഴുവൻ കേസിന്റെയും വിശദാംശങ്ങളിലേക്ക് കടന്ന് പോലീസ് ഒരു കേസ് ഡയറി 1000 പേജുള്ളത് തയ്യാറാക്കി. പ്രോസിക്യൂഷൻ അതിശക്തമായി കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു? 2 മാസം മുൻപ് ഇതിന് സമാനമായ ഒരു സംഭവം കണ്ണൂരുണ്ടായി. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആരോപണം ഉണ്ടായ PP ദിവ്യ അവര് മുൻകൂർ ഹർജി തലശ്ശേരി സെഷൻസ് കോടതിയിൽ കൊടുത്തപ്പോൾ ആ മുൻകൂർ ജാമ്യ ഹർജി അത് കോടതി തള്ളി. അതുപോലെയാണ് ഈ കേസും. ഇതും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അപ്പോൾ PP ദിവ്യയുടെ മുൻകൂർ ഹർജി തള്ളിയതിന് സമാനമായി ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ജാമ്യ ഹർജിയും തള്ളണം എന്നാണ് ഇന്നലെ പ്രോസിക്യൂഷൻ 2 ദിവസം, ഒരു ദിവസമല്ല 2 ദിവസം അതിശക്തമായി വാദിച്ചു. പക്ഷെ കോടതി എന്ത് ചെയ്തു? ആ വാദങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുക. പക്ഷേ പ്രൊഫസർ നോക്കൂ, സാങ്കേതികമായി മുൻകൂർ ജാമ്യം എന്ന് പറയാമെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന്റെ ആവശ്യം എന്തായിരുന്നു? കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് കോടതി അനുവദിച്ചിട്ടുണ്ട്. 3 ദിവസം ലിമിറ്റഡ് കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുന്നു. നാളെ മുതലുള്ള 3 ദിവസം രാവിലെ 10 മണി മുതൽ 5 മണി വരെ സാങ്കേതികമായി IC ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. അത് ഞാൻ പറഞ്ഞു, അത് ഏതൊരു അന്വേഷണം, കാരണം അത് എന്ന് പറയുന്നത് ഇവിടെ അന്വേഷണം നടത്തുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്വമാണല്ലോ. ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ആ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് ശരിയോ തെറ്റോ എന്താണെങ്കിലും, ആ കുറ്റകൃത്യം നടന്നതാണോ ഇല്ലയോ എന്താണെങ്കിലും, ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുക, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടോ എന്ന് അന്വേഷിക്കാതെ ഒരു സ്വാഭാവിക നടപടിയാണ്. അതായിരിക്കാം. പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ കോടതികൾ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഈ സമയം മുതൽ ഈ സമയം വരെ പൂർണ്ണമായും അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണത്തിലാകണം എന്ന നിബന്ധന ഉൾപ്പെടെ വെക്കാറുണ്ടോ? അത് അപൂർവമല്ലേ? അങ്ങനെ നോക്കുമ്പോൾ എന്താണോ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ്. അതിന്റെ പരിരക്ഷ സ്വാഭാവികമായും ലഭിക്കും. ഞാനും ആ ഉത്തരവ്, ബഹുമാനപ്പെട്ട ഈ പറഞ്ഞ കൽപ്പറ്റ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഞാനും കണ്ട ആളാണ്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് IC ബാലകൃഷ്ണന്റെ സൗകര്യാർത്ഥം 25, 26 വരെയുള്ള തീയതികളിൽ നാളെ മുതൽ ഒരാഴ്ച സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും IC ബാലകൃഷ്ണൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്
അവർ തമ്മിലൊരു ധാരണയുണ്ടാക്കി ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, മൊഴിയെടുക്കുക. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷെ നമ്മളിവിടെ ഞാൻ ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് ഇവിടെ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുണ്ട്. ഞങ്ങൾ ആരെയും ഇതിന്റെ അകത്ത് ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന് വഴിയെ പോട്ടെ. ഈ രാജ്യത്ത് പരമോന്നത നീതിപീഠങ്ങളുണ്ട്. അവരാണ് ഒരു കേസിന്റെ മെരിറ്റും ഡീമെരിറ്റും തീരുമാനിക്കേണ്ടത്. ഇവിടെ കുറ്റകൃത്യം നടന്നിട്ട് ഞങ്ങൾ ആദ്യം എടുത്ത സ്റ്റാൻഡ് എന്താ? ഞങ്ങൾ ഈ വിഷയത്തില് ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് NM വിജയന്റെയും അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിതേഷിന്റെയും മരണവുമായി ബന്ധപ്പെട്ട്. കാരണം ഇതിന്റെ അകത്ത് ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ ഈ പറയുന്ന ഡിസംബർ 25-ാം തീയതിയാണ് പ്രിയപ്പെട്ട NM വിജയൻ അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. 27-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെട്ട ഉടനെ ഇവിടെ പുറത്തു വന്നത് ഒരു കരാറാണ്. ആ കരാർ എന്ന് പറയുന്നത് ഈ രണ്ട് ആളുകൾ മാത്രമേ ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളൂ. ഒന്ന് NM വിജയനും, രണ്ട് പീറ്റർ എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ ആ കരാറിലെ ഒരു കാര്യമാണ് ഏറ്റവും സംശയാസ്പദം. ആ കരാറിൽ പറഞ്ഞെന്താണെന്നറിയോ? ഈ കരാറിന്റെ ഒറിജിനൽ കോപ്പി ഇത് ഒന്നാം കക്ഷിയായിട്ടുള്ള പീറ്ററിന്റെ കൈവശം മാത്രം വയ്ക്കേണ്ടതാണ്. ഇതിന് മറ്റു കോപ്പികളൊന്നും പാടില്ല. ഈ കോപ്പി ഇതിന് മറ്റൊരു കോപ്പി ആരുടെയും നൽകിയിട്ടില്ല. അപ്പോൾ തന്നെ അത് എന്തൊരു കരാറാണ്? നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്രയോ കരാറുകൾ ഏർപ്പെടുന്നു. ഈ കരാറിൽ പേര് പറഞ്ഞിരിക്കുന്ന ഐസി ബാലകൃഷ്ണൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കരാർ അറിഞ്ഞിട്ടേ ഇല്ല. ഈ പീറ്റർ എന്ന് പറയുന്ന വ്യക്തി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരി, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിലേക്ക് നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വരാം. എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പീറ്റർ എന്നുള്ള ഒരാൾ മാത്രമല്ലല്ലോ അതിന് പിന്നാലെ രംഗത്തെത്തിയത്. പീറ്റർ കരാർ പുറത്തുവിട്ടുവെങ്കിൽ മറ്റുള്ളവർ അത് മൊഴികളായി അല്ലെങ്കിൽ ബൈറ്റുകളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തലുകളായി നടത്തുകയാണ് ഉണ്ടായത്. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. CK ശശീന്ദ്രൻ, ശ്രീ CK ശശീന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ വാദം ജാമ്യം ലഭിച്ചു എന്ന് ചോദിച്ചാൽ മുൻകൂർ ജാമ്യം ലഭിച്ചു. മറ്റേത് കേസിലും എന്നതുപോലെ അന്വേഷണ സംഘത്തിന് മൊഴിയെടുക്കാനുള്ള സൗകര്യം മാത്രം ഇവിടെയും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, മറ്റൊരു തരത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ IC ബാലകൃഷ്ണന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതോടുകൂടി അവർ പറഞ്ഞ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു നറേഷനിലേക്ക് എത്താനുള്ള ഘട്ടമായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നിയമപരമായി കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവരാവശ്യപ്പെടുന്ന രീതിയിൽ ലിമിറ്റഡ് കസ്റ്റഡി എന്ന നിലക്ക് 3 ദിവസം ഹാജരാവണമെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടുന്നത് ഒരു നിയമപരമായ കോടതിയുടെ ഒരു തീരുമാനമാണ്. ജാമ്യം കൊടുത്തു, അല്ലാണ്ട് കേസ് തള്ളുകയല്ല ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്ന കേട്ടാത്തൊന്നും കേസാകെ തള്ളിപ്പോയി ഇനിയൊരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വവും ആളുകളും അവരുടെ അഭിഭാഷകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിയമപരമായിട്ട് ഒരിക്കലും ശരിയല്ല, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല, കോടതി പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ഓഫീസിൽ ഉൾപ്പെടെ കയറി പരിശോധിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് വെച്ചിരിക്കുന്നത്. 3 ദിവസത്തേക്ക് കസ്റ്റഡി, ലിമിറ്റഡ് കസ്റ്റഡി എന്ന നിലയ്ക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവണം. അതിനാവശ്യമായ നോട്ടീസ് എല്ലാം അന്വേഷണ സംഘം ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെ വിളിക്കണം, എപ്പോൾ വിളിക്കണം തുടങ്ങി തീരുമാനിക്കുന്നതെല്ലാം അന്വേഷണ സംഘമാണ്, നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് കേസിന്റെ മെറിറ്റിന് ഉള്ള അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടൊരു വിധിയല്ലാതെ ജാമ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമാണുള്ളത്. ആ ജാമ്യത്തിനകത്ത് ഈ മുൻകൂർ ജാമ്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് 17 പേരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ല എന്നോ മറ്റു കാര്യങ്ങളൊന്നും ഒഴിവാകുന്നില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അവരുടെ മൊഴികളുണ്ട്, കത്തുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിർഭാഗ്യവശാൽ കോടതിക്കകത്ത് കോൺഗ്രസിന് വേണ്ടി വാദിച്ചവർ പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയ വിജയേട്ടൻ തന്നെ വലിയ അഴിമതിക്കാരനാണെന്നൊക്കെ രീതിയിലാണ് കോൺഗ്രസിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റുമാർ അവിടെ പറഞ്ഞിരിക്കുന്നത്. തെറ്റായ കുറെ കാര്യങ്ങളാണ് അവിടെ ഉന്നയിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കുടുംബത്തോടൊപ്പമാണെന്ന് കോൺഗ്രസ് നേതൃത്വമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ആ കുടുംബത്തെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് കോടതിയിൽ അവര് വാദിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അന്വേഷണ സംഘം ഗവൺമെന്റ് ആവട്ടെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെയും കൂടെ ഒരു സംയുക്ത സംഘമാണ് അന്വേഷണത്തിനുള്ള നടപടികളും മറ്റു കാര്യങ്ങളും നീക്കുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ 2 അന്വേഷണങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിജയേട്ടൻ എഴുതി വെച്ച കത്തുകളിൽ കൃത്യമായിട്ട് ഇവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA പേരുണ്ട്, DCC പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ND അപ്പച്ചന്റെ പേരുണ്ട്, അഴിമതി വീരനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അറിയപ്പെടുന്ന അഴിമതി എങ്ങനെ നടത്താം എന്ന കാര്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയെന്ന് നാട്ടുകാരൊക്കെ പറയുന്ന KK ഗോപിനാഥൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവുണ്ട്. ഇവരെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നവരാണ്. 4ാമത്തെ ഒരാൾ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്ന പോലെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷക സംഘവും ഒക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ കേസാകെ ഒന്നും ഇല്ലാതായി എന്നല്ല. അതൊരു ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ മാത്രമാണ്
കോടതി അഭിപ്രായം പറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേസ് അതിശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന സമാനമായ രീതിയിലുള്ള ലിമിറ്റഡ് കസ്റ്റഡി എന്ന രീതിയിലേക്കുള്ള ചോദ്യം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതിന് അവരോട് ഹാജരാവണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഓഫീസിൽ ഉൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദവും കോടതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായ രീതിയിലൊക്കെ ശരിയായി ഇനി കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് തികച്ചും തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ചെന്നുപെട്ടിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതൃത്വം ചെന്നുപെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആകെ ചെന്നുപെട്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അഴിമതി, കൊള്ള അതൊക്കെ നടത്തുന്ന ഒരു സംഘമായി വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ചോദ്യം ചെയ്യലോടുകൂടി കൂടുതൽ തെളിവുകളും കൂടുതൽ കാര്യങ്ങളും വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തുന്ന തെറ്റായ പ്രചരണം നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നതല്ല. ശരി, ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് സമാനമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ പൊതുവെ തിരസ്കരിച്ച മട്ടാണ്. കോൺഗ്രസിനാകട്ടെ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ള ഒറ്റവാദത്തിന്മേൽ കേസാകെ അവസാനിപ്പിച്ചു എന്നൊരു പ്രതീതി ജനിപ്പിക്കാനുമാകുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ എല്ലാ തരത്തിലും സേഫായ ഒരു പൊസിഷനിലേക്ക് എത്തി എന്നൊരു ആത്മവിശ്വാസം IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കുണ്ട് എന്ന് കരുതണോ? അത്ര ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയായി ഇപ്പൊ പ്രൊഫസർ റോണി കെ വേബി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ലെവലേശം അത്ര ഒരു വിശ്വാസം വേണ്ട. കാരണം MLAക്കും DCC പ്രസിഡന്റിനുമെതിരെ അതിശക്തമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഉണ്ട്. വിജിലൻസ് അന്വേഷണം വേറെയും നടക്കുന്നുണ്ട്. അവിടെയും തെളിവുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത വിധം തെളിവുകൾ അത്രയ്ക്ക് അധികമായി തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കേസ് എവിടെയെങ്കിലും പോയി എന്നുള്ള ഒരു വ്യാമോഹവും വേണ്ട. അസിത, പക്ഷെ ഇതില് പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യത്വം ജാതി, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് മലയാളക്കരയെ പറഞ്ഞു പഠിപ്പിച്ചത് നാരായണ ഗുരുവാണല്ലോ. ഈ നാരായണ ഗുരുവിനെ സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കുന്നതിൽ ബിരുദന്മാരുമാണ് കോൺഗ്രസിന്റെ UDFന്റെയും സകല നേതാക്കളും. എന്തെങ്കിലും ലെവലേശ മനുഷ്യത്വം ഉണ്ടെങ്കിൽ, അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം ചർച്ചകളിലെങ്കിലും അദ്ദേഹത്തിനും കുടുംബത്തിനും എന്തെങ്കിലും അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അക്കാര്യത്തിൽ പരിഹാരം തേടാൻ പാർട്ടി എന്നുള്ള നിലയിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കും എന്ന് പറയുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? മനുഷ്യത്വം എന്നത് പാടെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ തടി തപ്പാൻ പറ്റും എന്നുള്ളതിന് മാത്രമാണ് അവർ ഊന്നൽ കൊടുത്തത്. അതാണല്ലോ 2 ദിവസം കോടതിയിൽ കണ്ടത്, വാദവിവാദങ്ങൾ. അതാണല്ലോ ശ്രീ റോണി കെ ബേബി പറഞ്ഞത്, മറ്റേ ദിവ്യയുടെ കേസൊക്കെയാണ് ഇവിടെ ഉദ്ധരിച്ചതെന്നൊക്കെ. അതിൻ്റെയൊക്കെ എന്ത് ഈ സാധുതയും സാധ്യതയുമാണ് കോടതി പരിശോധിച്ചത് എന്ന് താങ്കൾക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? ഇവിടെ സുവ്യക്തമായിട്ട് ലോകത്തിന് മുമ്പിൽ കൈരളി ചാനലിന് മുമ്പിലല്ല, ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണല്ലോ ആത്മഹത്യാക്കുറിപ്പ് NM വിജയന്റെ, അല്ലേ? അത് എന്റെയിലും താങ്കളുടെയിലും ഈ കഥയിലിരിക്കുന്ന എല്ലാവരുടെയും പക്കലും ഉണ്ട്. അത് സ്വയം സംസാരിക്കുന്ന തെളിവുകളാണ്. ആ തെളിവുകൾ വെച്ചുകൊണ്ട് MLA ഉള്ള ലഭിക്കാവുന്ന ചില പരിരക്ഷകളുടെ ആനുകൂല്യം കൂടെ പറ്റിക്കൊണ്ട് ആണ് ഇപ്പോ ശ്രീ ബാലകൃഷ്ണൻ നിൽക്കുന്നത്, IC ബാലകൃഷ്ണൻ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ താൽക്കാലിക ഈ പരിമിതമായ കസ്റ്റഡി എന്നുള്ള നിലയിലേക്ക് ഉത്തരവിട്ടത്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം അടുപ്പിച്ച് വേണം ND അപ്പച്ചനും ഗോപിനാഥനും ഹാജരാവാൻ. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 3 ദിവസം, കാര്യം നിയമസഭ കൂടിയാണല്ലോ. അതുകൊണ്ട് MLAയുടെ സൗകര്യം കണക്കിലെടുത്ത് 3 ദിവസം ബാലകൃഷ്ണനും ഹാജരാകണം ചോദ്യം ചെയ്യലിന്, മൊഴിയെടുക്കലിന്. എന്തിനാ പാർട്ടി ഓഫീസിൽ അടക്കം രേഖകൾ പരിശോധിക്കാനുള്ള സൗകര്യം ക്രൈംബ്രാഞ്ച് സംഘത്തിന്, വിജിലൻസ് സംഘത്തിന് ഒക്കെ കൊടുക്കണം എന്ന ഉത്തരവിലുണ്ട്. താങ്കളുടെ ആ ഉത്തരവ് കിട്ടിയെന്നാണല്ലോ താങ്കൾ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ ആ ഉത്തരവിലുണ്ട് സർ, എങ്ങനെയാണ് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കോടതി ഈ നിങ്ങളുടെ മനസാക്ഷി ഇല്ലായ്മ, മനുഷ്യത്വം ഇല്ലായ്മ ലോകം മുഴുവൻ മനസ്സിലാകണം എന്നുള്ളത് കൂടെ അതിനകത്ത് ഇൻക്ലൈൻഡ് ആണ്. അതാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വം ആണെന്നുള്ളത് ലെവലേശം ഈ NM വിജയന്റെ കാര്യത്തിൽ നമ്മള് എത്രയോ ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം തന്നെ. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണ്? അദ്ദേഹം കള്ളനാണെന്ന് സ്ഥാപിക്കാനുള്ള കൃത്രിമമായ
ഈ പരവേശമാണ് കാണിക്കുന്നത്. പിന്നെ പ്രതിഭാഗത്തിന്റെ വക്കീലന്മാർ അവിടെ നിലയിൽ അവർ കാണിച്ചു കൂട്ടിയത് നമ്മളൊക്കെ കാണുകയും അറിയുകയും ചെയ്തതാണ്. അതിലൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും ഇതിൻ്റെ അകത്ത് ഏതെടുത്താലും ശരി, ഏത് പേജ് എടുത്താലും ശരി, നിങ്ങൾ ഈ പീറ്ററിന്റെ കാര്യമൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. പീറ്ററൊക്കെ സെക്കൻഡറി ആണ്. പ്രൈമറി ആയിട്ടുള്ള NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ്. ആ ആത്മഹത്യാക്കുറിപ്പ് മുമ്പ് ഇരിക്കുമ്പോൾ എന്തിനാണ് പീറ്റർ അതിൻ്റെ അകത്തെ ഓരോ വരി വീതം, ഓരോ വാചകം വീതം വായിച്ചു പോയാൽ തന്നെ ഉണ്ട് തെളിവുകൾ. MLA-ക്കും പിന്നെ DCC പ്രസിഡന്റിനെതിരായിട്ടുള്ള തെളിവുകൾ. എന്നിട്ടല്ലേ പിന്നീട് പീറ്ററിന്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരു ആഹ്ലാദവും വേണ്ട, ഒരു വ്യാമോഹവും വേണ്ട. കൃത്യമായി നിയമം നിങ്ങളുടെ പിന്നാലെ ഉണ്ട്, നിങ്ങളുടെ നേതാക്കന്മാരുടെ പിന്നാലെ ഉണ്ട്. ആ നേതാക്കന്മാർ ചെയ്ത തെറ്റുകൾക്ക് കോടതി മുമ്പാകെ എണ്ണി കണക്ക് പറയേണ്ടി വരും. ഈ NM വിജയന്റെ ആത്മഹത്യക്ക് കൃത്യമായ കണക്ക് മനസാക്ഷിയുടെ മുമ്പാകെ, പിന്നെ ഈ കേരള മനസാക്ഷിയുടെ മുമ്പാകെ മാത്രമല്ല, നിങ്ങളുടേതടക്കം, കോൺഗ്രസിൻ്റെത്, UDF-ന്റെ അടക്കം പ്രവർത്തകരുടെ മുമ്പാകെയും ഈ നേതാക്കൾക്ക് പറയേണ്ടി വരുന്ന കാര്യത്തിൽ എനിക്ക് അത് സംശയമില്ല. ഓക്കെ, ഞാൻ മടങ്ങി വരാം. ശ്രീ M. ജയചന്ദ്രൻ, പ്രൊഫസർ റോണി കെ ബേബി നോക്കൂ, കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടിനെ പറ്റിയാണ് പ്രൊഫസർ റോണി കെ ബേബി ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ആരോടും അനുകൂലമായി നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത്. പക്ഷേ എന്താണോ കോൺഗ്രസിന്റെയും IC ബാലകൃഷ്ണന്റെയും ഈ വിഷയത്തിലുള്ള നിലപാട് എന്നുള്ളതാണ് മുൻകൂർ ജാമ്യ ഹർജിയുടെ വാദത്തിൽ ഉടനീളം കണ്ടത്. പ്രൊഫസർ റോണി കെ ബേബി, NM വിജയൻ എന്ന 50 വർഷത്തിലധികം കോൺഗ്രസിന് വേണ്ടി ജീവിച്ച മനുഷ്യനെ കുറിച്ച് എന്തൊക്കെയാണ് ആ വാദമുഖങ്ങളിൽ IC ബാലകൃഷ്ണൻ ഉന്നയിച്ചത്? എങ്ങനെ സാധിക്കുമെന്നുള്ളത് അത് ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ മനസാക്ഷിക്ക് നിരക്കുന്ന വാദമുഖങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടോ വ്യക്തിപരമായി? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന അന്നു മുതൽ ഞങ്ങൾ എടുത്ത ഒരു സ്റ്റാൻഡ്, ഞങ്ങളുടെ നിലപാട് ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഈ കേസ് ഞാൻ അതിന്റെ കാര്യം പറയാം. പ്രിയങ്കരനായ ശ്രീ MN വിജയം മരിച്ചതിന് ശേഷം 10 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പറയുന്ന രീതിയിലൊരു ആത്മഹത്യക്കുറിപ്പ്. അത് ഒരു ടെക്നിക്കലി ഇതൊരു ആത്മഹത്യക്കുറിപ്പല്ല. 2 കത്തുകളാണ് പുറത്തു വന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ വിജേഷിന് നൽകിയ ഒരു കത്ത്. ആ കത്തിൽ അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതകളാണ് എണ്ണി പറയുന്നത്. 65 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. രണ്ടാമത് പറയുന്ന ഒരു കത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് 2019 അദ്ദേഹം അന്ന് KPCC പ്രസിഡന്റിന് അയച്ച കത്താണ്. അന്നാണ് അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ, ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ ഇന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ അദ്ദേഹം ആരോപണം പറയുന്നു. പക്ഷെ നമുക്കറിയാം, ഈ ആരോപണം ഉയർന്നതിന് ശേഷം 2011 DCC ഇടപെട്ട് ഒരു അന്വേഷണ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷൻ വന്ന് ഈ പറയുന്ന മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് മൊഴിയെടുത്തു. പക്ഷേ ഈ പ്രിയങ്കരനായ ശ്രീ NM വിജയൻ അദ്ദേഹം ഈ അന്വേഷണ കമ്മീഷനിൽ ഹാജരായില്ല. ആരും ഈ വിജയൻ എതിരെ പരാതി നൽകിയില്ല. അന്ന് പാർട്ടി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ KPCCയുടെ കൂടി അറിവോടുകൂടി 3 ആളുകൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തു. ഇന്ന് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സണ്ണി, ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒന്ന് ശ്രീധരൻ ചീതൻ, പിന്നെ MS വിശ്വനാഥൻ. ആ 2 പേരെയും, ഈ 3 ആളുകളെ അടുത്ത ഇലക്ഷന് പാർട്ടി മത്സരിപ്പിച്ചില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 ആളുകൾ അന്ന് നടന്ന KPCC അന്വേഷണവും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് തവണ നമ്മുടെ ചർച്ചകളിൽ പല ഘട്ടങ്ങളിൽ വന്നതാണ്. ആ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയും സ്വീകരിച്ച നടപടിയും അവിടെ നിൽക്കട്ടെ പ്രൊഫസർ റോണി കെ ബേബി. പക്ഷേ നോക്കൂ, ആ അന്വേഷണത്തിൽ പോലും ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതും ആളുകളുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും KPCC അടക്കം മുന്നിൽ എത്തിയതല്ലേ പ്രൊഫസർ റോണി കെ ബേബി? അപ്പോൾ ആ ഘട്ടത്തിൽ 3 പേരെ ഒരു തെളിവുമില്ലാതെ പുറത്താക്കുന്നതിന് പകരം ആ പണം വാങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പേരിലാണെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ, നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ NM വിജയൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായേനെ. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ. ഈ ആരോപണം ഉണ്ടായപ്പോൾ അന്ന് 2 കോൺഗ്രസ് നേതാക്കൾ, ഞാൻ അവരുടെ പേര് പറയാം. ഒന്ന് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന RP ശിവദാസ്, 2 സക്രിയ മണ്ണിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി. ഇവർ 2 പേരും അന്ന് പോലീസിന് പരാതി നൽകിയതാണ്. പോലീസ് ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു അന്വേഷണവും അന്ന് ഉണ്ടായില്ല. അതായത് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചതിന് ശേഷം 2 ആളുകളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം ഈ വിഷയത്തില് പോലീസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്താക്കിയ ഈ MS വിശ്വനാഥൻ അദ്ദേഹം CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. പക്ഷെ നോക്കൂ, താങ്കൾ പറഞ്ഞ സക്രിയ മണ്ണിൽ തന്നെ പിന്നീട് ഈ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഞങ്ങൾക്കാർക്കും പറയാനുള്ളത് കേട്ടില്ല, അതുകൊണ്ടാണ് നേരിട്ടൊരു കത്തയക്കേണ്ടി വരുന്നത് എന്ന് KPCC നേതൃത്വത്തിന് ഒരു കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ വിശ്വാസ്യത എന്താണ്? അല്ല, അന്ന് ഈ പറയുന്ന സക്രിയ മണ്ണിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാതെ ഇപ്പോൾ പറയുന്നതിന്റെ സാങ്കത്യം എന്താണെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്, കാരണം ഇതിന്റെ അകത്ത് ഒരു വലിയൊരു ഉപജാപക സംഘമുണ്ട്.
അല്ല അത് അല്ല അത് കൃത്യമായി അത് തന്നെ കൃത്യമല്ലേ കോൺഗ്രസ് പ്രൊഫസർ റോണിക്ക് ബേബി, അതല്ല. നോക്കൂ, KPCC ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു, ശരിയായിരിക്കാം താങ്കൾ പറയുന്നത് പോലെ. അവർ അവിടെ വന്നു, നടപടി സ്വീകരിച്ചു 3 പേർക്കെതിരെ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ കമ്മീഷൻ മുൻപാകെ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് പറയാനുള്ളത് പൂർണ്ണമായും KPCCയുടെ സമിതി കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെ ആരൊക്കെയോ സംരക്ഷിക്കാനുള്ള നിലപാട് അല്ലെങ്കിൽ അതിനുള്ള വ്യഗ്രത പോയവർക്കും KPCCക്കും ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ വ്യക്തമാകുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കത്ത് പിന്നീട് KPCC നേതൃത്വത്തിന് കൊടുക്കേണ്ടി വന്നത്. ഇവിടെ ഇവിടെ സക്രിയമണ്ണിന്റെ കാര്യമാണ് പറഞ്ഞത്. ശരി, ഇവിടെ ജയേന്ദ്രൻ മാഷ് 17 പേരുടെ പേര് അല്ല 17 പേരിൽ നിന്നും പണം സ്വീകരിച്ചായിട്ട് പറയുന്നു. പക്ഷെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന എത്ര ആളുകളാണ്? 3 പേര് മാത്രമേ ഉള്ളൂ. 1 പീറ്റർ എന്ന് പറയുന്നത് പത്രോസ്, 2 സായൂജ്, 3 ഷാജി. അപ്പോൾ ഈ ബാക്കി 14 പേര് എവിടെ? ഇതിനകത്തൊക്കെ ഒരുപാട് നമ്മൾ ദുരൂഹത കൊണ്ട്. കാരണം ആദ്യം പറഞ്ഞ പീറ്റർ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു ഉടമ്പടി പണം കൊടുത്തതും പണം വാങ്ങിയതും അനധികൃതമാണ്, നിയമവിരുദ്ധമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ പരാതിക്കാർ എവിടെ? ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ആരുമില്ല, പരാതിക്കാർ രംഗത്ത് വരുന്നില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് 3 പേർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 പേരെ വിശ്വസിക്കേണ്ടേ? ബാക്കിയുള്ളവർ വന്നോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. വന്നവരെ എങ്ങനെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു എന്നുള്ളതല്ലേ പ്രൊഫസർ റോണിക്ക് ബേബി പ്രശ്നം? അല്ലെ, നമ്മളുണ്ടല്ലോ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഈ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസമോ നടന്ന സംഭവമാണെങ്കിൽ നമുക്ക് ഈ വസ്തുതകളെല്ലാം വെച്ച് സംസാരിക്കാം. ഇത് ഈ പണം വാങ്ങി എന്നൊക്കെ പറയുന്ന ആരോപണം ഉണ്ടായിട്ട് ഇപ്പോൾ 5-6 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 6 വർഷങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നപ്പോൾ അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ മുഴുവൻ പാർട്ടി നടപടിയെടുത്തു. അവർക്കെതിരെ പിന്നെ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി പോലീസിൽ പരാതി നൽകി. വീണ്ടും 2021 ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് CPM അന്ന് ഈ IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതാ. ഇതുപോലൊരു മാർച്ച് നടത്തിയതാ. ഞങ്ങള് അച്ചടക്ക നടപടി സ്വീകരിച്ച് പുറത്താക്കിയ MS വിശ്വനാഥനെ സ്ഥാനാർത്ഥിയാക്കിയ CPM അന്ന് IC ബാലകൃഷ്ണനെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പക്ഷേ നിങ്ങൾ പുറത്താക്കിയവർക്കെതിരെ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലോ KPCCക്ക് അയച്ച പരാതിയിലൊന്നും ഒരു വരി പോലും ഇല്ലല്ലോ പ്രൊഫസർ റോണിക്ക് ബേബി. ഇപ്പോൾ നടപടി സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ നടപടിയിൽ ഈ പണം വാങ്ങാൻ ഇടനില നിന്ന NM വിജയൻ പോലും തൃപ്തനായിരുന്നില്ല എന്നുള്ളതല്ലേ അദ്ദേഹത്തിന്റെ ആത്മഹത്യ തെളിയിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ വെടിയേണ്ടി വരുമായിരുന്നു? അതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ? കാരണം ഈ നടപടി എടുത്തവരുമായി, കാരണം ആ നടപടി എടുത്തവരുടെ ഉറപ്പിലായിരിക്കും ശ്രീ NM വിജയന് പിന്നെ പണം വാങ്ങിയത്. ആ നടപടി എടുത്തവരെ എന്ത് ചെയ്തു? അവര് ഇതിനകത്ത് പ്രതിപട്ടികയിലായപ്പോൾ അവര് കുറ്റക്കാരെന്ന് ചിത്രീകരിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ തിരിച്ച ഒരു കൗണ്ടർ ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ കൗണ്ടർ, ഞാൻ ഒറ്റ ചോദ്യം ഇവിടെ ചോദിക്കുന്നു, ആ കൗണ്ടർ ആരോപണം ഉയർന്നിട്ട് ഇവിടെ 5-6 വർഷമായിട്ട് എന്തുകൊണ്ട് ഒരു നടപടികളും ഉണ്ടായില്ല? ആ പറഞ്ഞ ഒരു കാര്യം എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. 2021 പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തിയ CPM വീണ്ടും 2021 പിന്നെ സർക്കാർ CPM നേരത്തെ വന്നു. എന്ത് നടപടി കഴിഞ്ഞ 3-4 വർഷത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു അന്വേഷണം നടത്താമായിരുന്നല്ലോ. ഈ പറയുന്ന ആൾ ഉൾപ്പെടെയുള്ളത് നിങ്ങളുടെ പിന്നെ ആളുകളായി ഞാൻ പറഞ്ഞത് ഈ ഡോക്ടർ സെന്റി ഉൾപ്പെടെയുള്ള ആളുകൾ CPMന്റെ അനുഭാവികളും CPMന്റെ നേതാക്കളുമായി. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൽ ഇവരല്ല യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് ഈ ആരോപണം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ND അപ്പച്ചൻ ഉൾപ്പെടെ പിന്നെ KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ പോലീസ് അന്വേഷണം. ശരി, ഒരു മിനിറ്റ്. ശ്രീ CK ശശീന്ദ്രൻ, നോക്കൂ, അങ്ങനെ ഒരു ചോദ്യമാണ് ഇവിടെ പ്രൊഫസർ റോണിക്ക് ബേബി ഉന്നയിക്കുന്നത്. ഇവിടെ NM വിജയന്റെ മരണം വരെ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി CPIM പോലും ഉയർത്തിയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഇടയാക്കിയ NM വിജയന്റെ കത്തടക്കമുള്ള കാര്യങ്ങളിൽ അവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്കിതിലൊന്നും ഒരു ബന്ധവുമില്ല. ആദ്യം പറഞ്ഞ കത്ത് തന്നെ വ്യാജമാണ്, അത് CPM ഉണ്ടാക്കിയതാണ്, രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കിയ വ്യാജ കത്താണെന്നുള്ള പ്രചരണം അഴിച്ചുവിട്ടു. പിന്നീടാണ് NM വിജയന്റെ കത്ത് അവരുടെ കുടുംബം പോലീസിനെ ഏൽപ്പിക്കുന്നത്. അതോടുകൂടിയാണ് വിഷയത്തിനകത്തൊരു വ്യക്തതയുണ്ടായത്. നേരത്തെ ഇവിടെ KPCCന്റെ അന്വേഷണവും ആ അന്വേഷണം എന്താ നടന്നിരുന്നത്? അന്വേഷണത്തിൽ അന്നത്തെ ബാങ്ക് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോർജ് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ വെച്ച് 17 പേരെ നിയമിക്കണം എന്ന് അന്നത്തെ DCC പ്രസിഡന്റും MLA കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അപ്പം സണ്ണി ജോർജ് പറഞ്ഞു, ഈ 17 പേരെയും നമുക്ക് നിയമിക്കാൻ വേണ്ടി കഴിയില്ല, കാരണം അവർ റാങ്ക് ലിസ്റ്റിൽ വളരെ പുറകിൽ കിടക്കുന്നവരാണ്, ആരെയും നമുക്ക് നിയമിക്കാൻ സാധ്യതയില്ല, കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം നടത്താൻ വന്ന KPCC സംഘം ഇവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. NM വിജയനോ ഇപ്പൊ 17 പേരിൽ 3-4 പേര് പോലീസിൽ പരാതിയായിട്ട് വന്നല്ലോ, അവരാരെങ്കിലും ഇവരുടെ പേര് പറഞ്ഞോ? ഇവരുടെ ആക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് സണ്ണി ജോർജ് ആണല്ലോ.
ബാങ്കിന്റെ ഭരണസമിതി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹത്തിന്റെ പേരൊന്നും ആരും പറയുന്നില്ലല്ലോ. അപ്പൊ കാശ് മേടിച്ചത് വിജയേട്ടൻ മുഖാന്തരം കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടനുസരിച്ച് ചില ഡയറി കുറിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. അതിൽ പറയുന്നുണ്ട് ഇത്ര ലക്ഷം രൂപ കിട്ടി, അതിൽ ഇത്ര ലക്ഷം രൂപ പിന്നെ IC ബാലകൃഷ്ണൻ MLA കൊടുത്തു, ND അപ്പച്ചന് കൊടുത്തു, ഇപ്പൊ മൂന്നാം പ്രതിയായിട്ടുള്ള ഗോപിനാഥന് കൊടുത്തു എന്നൊക്കെ കേസ് ഡയറിക്ക് അവർ കണ്ടെടുത്തിയുള്ള ഡയറിക്കകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണ വിശദാംശങ്ങൾ പോലീസിന്റെ അടുത്തായതുകൊണ്ട് എല്ലാം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പ്രൊഫസർ കോൺഗ്രസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി IC ബാലകൃഷ്ണൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത്. എന്തെല്ലാമാണ് കോടതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്? ആ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ IC ബാലകൃഷ്ണൻ MLA കൂടിയല്ലേ? ആ MLAയുടെ ഉത്തരവാദിത്തമല്ല ജനങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. അതൊക്കെ പോട്ടെ, IC ബാലകൃഷ്ണൻ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ കഴിഞ്ഞ 50 വർഷക്കാലം കോൺഗ്രസ് അല്ലാതെ വേറൊന്നും ആലോചിക്കാതെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വിജയന്റെ കുടുംബത്തെക്കുറിച്ച് എന്തെല്ലാമാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു, അധികാരമോഹിയാണെന്ന് പറഞ്ഞു, കുടുംബത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ വിഷയം. അതുകൊണ്ട് കോൺഗ്രസ് തെറ്റായ രീതിയിൽ വയനാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ജനങ്ങളോ വിശ്വസിക്കാത്ത രീതിയിൽ MLA നിൽക്കുന്ന ചില പ്രത്യേക പരിഗണനയൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ടൊന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. CPM ഈ കാര്യത്തിൽ CPM അല്ലല്ലോ കേസ് കൊടുക്കേണ്ടത്. കേസ് കൊടുക്കാൻ ഒരു വ്യക്തിയോ കാര്യങ്ങളോ മുന്നോട്ട് വരണ്ടേ? അന്ന് ആരും മുന്നോട്ട് വന്നില്ല. ഇപ്പൊ ആളുകൾ മുന്നോട്ട് വന്നു. മാത്രമല്ല ഇതുപോലെ വിജയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പോലീസിനെ സമീപിക്കാനൊന്നും അന്ന് തയ്യാറായില്ല. അദ്ദേഹത്തിന് രക്ഷയില്ലാത്തതുകൊണ്ട് മകന്റെ ജീവൻ അവസാനിപ്പിച്ച് അദ്ദേഹം മരിച്ച ശേഷം എഴുതി വെച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ആ കത്ത് പുറത്തു വന്നപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം പറയുന്നില്ല, ആ കത്ത് വിജയേട്ടൻ്റെ അല്ല എന്ന് ഇപ്പൊ ആരും പറയുന്നില്ല. അതെല്ലാവരും അംഗീകരിച്ച പോലെയായി. ആ കത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അവർക്കല്ലേ അറിയുക. ഇത് കോൺഗ്രസിന്റെ അനുഭാവികളും കോൺഗ്രസ്സുകാരും കൂടി നടത്തിയിട്ടുള്ള ഒരു കൊള്ളയാണ്. അതെല്ലാവർക്കും അറിയാം. 17 പേരും കാശ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണെന്ന് KPC നേതൃത്വത്തിന് അറിയാലോ, സുധാകരൻ അറിയാലോ. സുധാകരൻ പറഞ്ഞ പോലെ തന്നെയാണ്, അന്തും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വക്കീലുമാർ കോൺഗ്രസിന് വേണ്ടി കോടതിയിൽ വാദിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വാദഗതികൾക്കെല്ലാം ഒടുവിലാണ് ഒരു ജാമ്യം കൊടുത്തിരിക്കുന്നത്, മുൻകൂർ ജാമ്യം. ജാമ്യ വ്യവസ്ഥ പല കാരണങ്ങളാൽ പലതും കൊടുക്കും. ചിലപ്പം കൊലക്കേസ് പ്രതികൾക്ക് പോലും ചില പ്രത്യേക കാരണങ്ങളാൽ ചിലപ്പോൾ ജാമ്യം കൊടുക്കാറുണ്ട്. ഒരു സ്ത്രീയാണ്, മറ്റു കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പരിഗണന, അത് കോടതിയുടെ പരിഗണനയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. അല്ലാണ്ട് കേസാകെ ഇനി ഇല്ലാതായി എന്ന രീതിയിൽ ആരും കരുതേണ്ടതില്ല. അങ്ങനെ ഒരു വ്യാമോഹം ആരും വെച്ചു പുലർത്തേണ്ടതില്ല. അതിശക്തമായ അന്വേഷണം കേരളത്തിലെ പോലീസ് നേതൃത്വത്തിൽ വിജിലൻസ് ഉണ്ട്, ക്രൈംബ്രാഞ്ചും ഉണ്ട്. രണ്ട് സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. കോൺഗ്രസ് വലിയ അഴിമതി നടത്തിയിരിക്കുകയാണ്. ആ അഴിമതി സംഘമാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം എന്ന നിലക്ക്. അവരുടെ അഴിമതിയും അവരുടെ തെറ്റായ കാര്യങ്ങളുടെ ഫലമായിട്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്ത ജില്ലയാണ് വയനാട്. ഇത് 4ാമത്തെ ആളാണ് മരിക്കുന്നത്. നേരത്തെ മാനന്തവാടിയിൽ അവരുടെ പാർട്ടി ഓഫീസിലാണ്, മാനന്തവാടിയിൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലാണ് ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ, കോൺഗ്രസിനെ കുറിച്ചല്ലാതെ വേറൊന്നും ചിന്തിക്കാതിരുന്ന ഒരാൾ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് മരിച്ചിരുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആയിരുന്നു. ആ കേസ് തേച്ചു മാച്ചു കളഞ്ഞു. അതാണ് ഉണ്ടായിരിക്കുന്ന കാര്യം. രാജേന്ദ്രൻ നായർ പുൽപ്പള്ളിയിൽ കോൺഗ്രസിന്റെ KPCC സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് തട്ടിപ്പും വെട്ടിപ്പും അദ്ദേഹവും മരിച്ചു. ഇപ്പോഴേ MS വിശ്വനാഥന്റെ ഈ കേസിലൊന്നും എവിടെയും പരാമർശിക്കപ്പെടുന്നേ ഇല്ലല്ലോ. കോൺഗ്രസ് ഒരാൾ രാജിവെച്ചു വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ കോൺഗ്രസിന്റെ ബന്ധം ഉപേക്ഷിച്ചു വന്നു എവിടെയെങ്കിലും ഒരു പേര് പരാമർശിക്കപ്പെടാത്ത ഒരാളെ എന്തിനാണ് ഇപ്പോൾ വലിച്ചഴക്കുന്നത്? അയാൾ ഇതിലില്ലല്ലോ. സണ്ണിയുടെ പേര് ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾ ബാലകൃഷ്ണനെ രക്ഷിക്കുന്നതിന് വേണ്ടി, IC ബാലകൃഷ്ണനെ രക്ഷിക്കുന്നതിന് വേണ്ടി കുരുതി കൊടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സണ്ണി. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം അദ്ദേഹത്തിന്റെ പേര് ആരും പറയുന്നില്ല. ഈ 17 പേരിൽ ആരെങ്കിലും ഒരാൾ പോട്ടെ, 17 പേരിൽ വാദത്തിന് വേണ്ടി എല്ലാവരും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ലല്ലോ, പേര് പറയുന്നില്ല. വിജയേട്ടൻ എഴുതി വെച്ച കത്തിലും ഇവരൊന്നും പേര് പരാമർശിക്കപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാലോ എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് സണ്ണിയാണ് ഉത്തരവാദി എന്ന് പറയണ്ടേ? ഇത് ബാങ്ക് ഭരണസമിതിയുടെ തീരുമാനമല്ല, കോൺഗ്രസിന്റെ നേതൃത്വ തീരുമാനമാണ്. ആളുകൾക്ക് നിയമനം നടത്താമെന്ന് പറഞ്ഞ് പണം സ്വരൂപിക്കണം, പണം വാങ്ങണം എന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് നേതൃത്വമാണ്. അതെല്ലാവർക്കും ഇപ്പോൾ പകൽ പോലെ സത്യമായി വന്നിരിക്കുകയല്ലേ. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ആ കാര്യങ്ങൾ തിരിച്ചറിയാതെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കോൺഗ്രസ് നേതൃത്വത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റായ പാഴ്വേലയാണ് പ്രൊഫസറൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാദം നാടംഗീകരിക്കുന്ന വാദമല്ല. കാരണം ഇതെല്ലാവർക്കും അറിയാം ഇവിടെ ഇത് നടന്നിരിക്കുന്നു എന്നുള്ളത്. ആ കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയാണ്. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ തെളിവ് വരികയാണ്. ഇത് മാത്രമല്ല, ലോകായുക്തയിൽ
MLA ക്കെതിരായിട്ടുള്ള പരാതിയുണ്ട്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ഇന്നാളെ നിയമിക്കണം എന്ന് മുദ്ര വെച്ച കത്തിൽ, സർക്കാർ മുദ്രയുള്ള ലെറ്റർ പാഡിൽ MLA കത്തയച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ഓരോന്ന് വിളിച്ചത് വരികയല്ലേ. അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുക, മറ്റു രേഖകൾ പരിശോധിക്കുക, അവരുടെ ഫോൺ പരിശോധിക്കുക, മറ്റു കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരും. പോലീസിന് നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അക്കാര്യത്തിൽ സംശയമുണ്ട്. പണ്ട് അന്വേഷിച്ചില്ലല്ലോ, ഇപ്പോഴാണ് അന്വേഷിക്കുന്നത് ചോദിച്ചാൽ പ്രൊഫസറെ, പണ്ട് കത്തില്ല, ഇപ്പോഴാണ് കത്ത് വന്നിരിക്കുന്നത്, ഇപ്പോഴാണ് പരാതി വന്നിരിക്കുന്നത്. അല്ലാണ്ട് നാട്ടിലെ എല്ലാവർക്കും ഇങ്ങനെ പരാതി കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെ രാഷ്ട്രീയ വാർത്ത, പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കാൻ കഴിയില്ലല്ലോ. പരാതി കൊടുക്കണമെങ്കിൽ അടിസ്ഥാനമായ തെളിവുകളും കാര്യങ്ങളും വേണം. ഇപ്പോൾ 3 or 4 പേരും രംഗത്ത് വന്നിരിക്കുകയാണ്. കത്തുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രൊഫസർ മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീ M. ജയചന്ദ്രൻ, നോക്കൂ, ഏത് നിലയിലും IC ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്നുള്ളതാണ് എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ നമ്മൾ ആ നിലയിലാണ് മനസ്സിലാക്കേണ്ടത്. IC ബാലകൃഷ്ണനെ എങ്ങനെയും സംരക്ഷിക്കുക. ഒളിവിൽ പോയതിനെ പോലും ന്യായീകരിക്കുന്ന ഒരു KPCC അധ്യക്ഷനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നോക്കൂ, IC ബാലകൃഷ്ണനെ രക്ഷിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ ഇതിൽ പങ്കില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് ഈ അഴിമതി കഥകൾ ആകെ ഇല്ലാതാകും എന്ന് കോൺഗ്രസ് ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിലേക്ക് നേരിട്ട് കൊളുത്താനുള്ള ഒരു ചൂണ്ടയായി അവർ IC ബാലകൃഷ്ണനെ കാണുന്നു. IC ബാലകൃഷ്ണന്റെ പേര് ഇതിലില്ല എങ്കിൽ ആകെ സേഫായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് കോൺഗ്രസ് ധരിക്കുന്നുണ്ടോ? അങ്ങനെ സാധ്യമാകുമോ? അത്രമാത്രം ഗൗരവമേ ഉള്ളോ ഈ വിഷയത്തിന്? അസിത, അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുമണ്ഡലത്തിലെ പ്രചരണ സംവിധാനങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ UDF വിശേഷിച്ച് കോൺഗ്രസിനെ ഇത്തരം കാര്യങ്ങളിൽ നിരന്തരമായി ന്യായീകരിക്കുന്നതിൽ അങ്ങേയറ്റം ഞാൻ മുമ്പിൽ എന്ന മട്ടിൽ മത്സരിക്കുന്നവരാണ് പൊതുമണ്ഡലത്തിലെ എല്ലാ മാധ്യമങ്ങളും. അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അതിൽ കൈരടി പോലെ അപൂർവം ചിലരെ മാത്രമേ ഫിൽട്ടർ ചെയ്ത് മാറ്റി നിർത്താൻ കഴിയൂ. അത് നമ്മുടെ മുമ്പിലുള്ള സാഹചര്യമാണ്. പക്ഷേ പ്രൊഫസർ റോണി കെ ബേബി, എനിക്ക് താങ്കളുടെ മുമ്പാകെ ഇപ്പൊ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ താങ്കൾ ഇപ്പോഴും പറയുന്നത് ഇത് വ്യാജ കത്താണെന്നാണ്. കത്ത് വ്യാജമാണ്. ഏത് ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണ്. അതൊക്കെ അതിന്റെ ഗതിവിഗതികൾ ഇനി വരാൻ പോകുന്നു. പക്ഷേ 31/12/2024 എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം 19-ാം തീയതി ആയിട്ടുള്ളല്ലോ. കഴിഞ്ഞ മാസം 31-ാം തീയതി അവസാനിച്ച ദിവസത്തിൽ ഈ പറയുന്ന NM വിജയന് ബത്തേരി അർബൻ ബാങ്കിലും ബത്തേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും ഉള്ള ബാധ്യതയുടെ കണക്കാണ് ആധികാരികമായി ഞാൻ താങ്കളോട് അങ്ങോട്ട് പറയുന്നത് കേട്ടോ. 31/12/2024 അവിടെ ബത്തേരി അർബൻ ബാങ്കിൽ NM വിജയനുള്ള ബാധ്യത 63,72,551 രൂപ. അർബൻ ബാങ്കിലെ കണക്കാണ്. ഇനി അടുത്തത് ബത്തേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ. അവിടെ ഒരു കാർഷിക വായ്പയും ഒരു ബിസിനസ് വായ്പയും ഉണ്ട്. ആ കാർഷിക വായ്പയിൽ 2,30,000 രൂപ കുടിശ്ശികയുണ്ട്, ഇപ്പോൾ നിലവിൽ അടയ്ക്കാനുണ്ട്. മറ്റൊരു ബിസിനസ് വായ്പയിൽ 27,18,969 രൂപ അടയ്ക്കാനുണ്ട്. ഇനി മൂത്ത മകന്റെ പേരിൽ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മൂത്ത മകൻ, ഇളയ മകനെയാണല്ലോ വിഷം കൊടുത്ത് അദ്ദേഹം കൊന്നത്. ആ മൂത്ത മകന്റെ പേരിൽ ഇദ്ദേഹം തന്നെ മൂത്ത മകനെ കൊണ്ട് വായ്പ എടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയും 31/12/2024 ഡ്യൂസ് നിൽക്കുന്ന തുക കൂടെ പറയാം. അത് 11,26,257 രൂപയാണ് പ്രൊഫസർ. ഇത് മൂന്നും NM വിജയന് ഈ പറയുന്ന 2 ബാങ്കുകളിലായിട്ട് ഉള്ള വായ്പാ കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക എങ്ങനെ വന്നു? സ്വാഭാവികമായും NM വിജയൻ കോൺഗ്രസിന്റെ നേതാവാണ്, അരനൂറ്റാണ്ടുകാലത്തോളം എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇത്രയധികം വായ്പ, കാർഷിക വായ്പയും ബിസിനസ് വായ്പയും എടുത്തിട്ട് എന്തെങ്കിലും വ്യാപാരം നടത്തി ബിസിനസ് നടത്തി അദ്ദേഹം കുടുംബം നോക്കുന്ന ആളല്ലെന്നുള്ളത് വയനാട്ടിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് വരെ അറിയാം, എല്ലാവർക്കും അറിയാം. കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്തിനാണ് ഈ പണം അദ്ദേഹം വാങ്ങിച്ചതും ചെലവഴിച്ചതും? സ്വാഭാവികമായ ചോദ്യം ഉയരുമല്ലോ. ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഞങ്ങളാരുമല്ല, ഞാനല്ല, കൈരളിലിരിക്കുന്ന സഖാവ് CK ശശീന്ദ്രനല്ല, അസിതയല്ല, കേരളീയ പൊതുസമൂഹവുമല്ല. മറുപടി പറയുന്നത് ആരാണ്? സാക്ഷാൽ NM വിജയൻ തന്നെ മറുപടി പറയാണ് എന്തുകൊണ്ടാണ് ഈ കടം വന്നത് എന്നുള്ളത്. ഇതാണ് കോടതിയുടെ മുമ്പിൽ പോയിട്ടുള്ളത്.
ഇത് കോടതി മുമ്പിൽ പോകണ്ടേ? ഞാനീ പറഞ്ഞ 31/12/2024 കണക്ക് താങ്കൾക്ക്, കോൺഗ്രസ് ഭരിക്കുന്നതാണ് ഈ രണ്ട് സംഘങ്ങളും. ഞാനീ പറഞ്ഞ ബത്തേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും ബത്തേരി അർബൻ ബാങ്കും ഭരിക്കുന്നത് കോൺഗ്രസാ, UDF ആ. എനിക്ക് അവിടുന്ന് കണക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അനായാസം കിട്ടുമല്ലോ കണക്ക്. അപ്പൊ അവിടുത്തെ കണക്ക്, ആ കണക്കുകൾക്ക് ഒഴിവില്ല. ആ ബാധ്യതകൾ തീർത്തേ പറ്റൂ. അത് കോൺഗ്രസ് തീർക്കാതിരിക്കാനുള്ള വേലയാണ് തറവേലകളായിട്ട് ഇപ്പൊ രൂപാന്തരപ്പെടുന്നത്. ആ തറവേലകളുടെ ഈ റെട്രോസ്പെക്റ്റീവ് എഫക്ട് എങ്ങനെ വരുന്നുള്ളത് ഇനി വരുന്ന കോടതി വിചാരണകളിലും നടപടികളിലും നമുക്കിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ NM വിജയൻ എന്ന പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസിന്റെ DCC ട്രഷററായിരുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ബാധ്യത ഈ 31/12/2024 നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ നിരന്തരം ഇനി വിഷമിപ്പിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കടം. അതാണ് വസ്തുത. ആ വസ്തുത എല്ലാവർക്കും അറിയാമെന്നേ. നിങ്ങൾ എത്ര ഇത് ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണ്, കള്ളത്തരത്തിൽ എഴുതിയുണ്ടാക്കിയാണ്, നിങ്ങൾ എവിടെ വേണമെങ്കിൽ ന്യായീകരിച്ചോളൂ. പക്ഷെ ഈ ബാധ്യത എങ്ങനെ വന്നു ശ്രീ NM വിജയന് എന്നുള്ളത് മാത്രം ചിന്തിക്കുന്നവർക്കും അത് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും നിയമപരമായും ഇതിന് കൃത്യമായ മറുപടി ഈ ബന്ധപ്പെട്ടവർ, നേതാക്കൾ, പ്രത്യേകിച്ച് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒക്കെ അടങ്ങുന്ന അവിടുത്തെ ഒരു സംഘമുണ്ടല്ലോ. ഞാൻ കോക്കസ് ഒന്നും ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെ പറ്റി. അദ്ദേഹം ഒരു MLA ആണ്, മറ്റേ ആള് DCC പ്രസിഡന്റാണ്. അപ്പൊ കോക്കസ് എന്ന പദത്തിലേക്ക് അവർ തരുന്നാണ് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും പ്രവർത്തനം മുഴുവനും സഹകരണ മേഖലയിൽ വയനാട് ജില്ലയിൽ വമ്പിച്ച തിരിമറികളും കൃത്രിമങ്ങളും അഴിമതിയുമാണ് നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം, ഈ ബാധ്യത മുഴുവൻ വരുത്തിവെച്ചതിന്റെ കാരണം ചിലരുടെ നിന്നൊക്കെ വൻതോതിൽ പണം വാങ്ങിച്ചു കൂട്ടിയിട്ട് അവർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഈ ബാധ്യതയിലേക്ക് എത്തിച്ചത്. ആരെ? വിജയനെ. അതും എല്ലാവർക്കും അറിയാം. വയനാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം, KPCC നേതൃത്വത്തിന് അറിയാം. അതാണല്ലോ KPCC പ്രസിഡന്റ് K സുധാകരന്റെ പ്രസ്താവന പുറത്തു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുടുങ്ങും എന്ന്. അദ്ദേഹത്തിന്റെ സംഭാഷണം പുറത്തു വന്നല്ലോ, വീഡിയോ ലീക്ക് ചെയ്തല്ലോ. അപ്പൊ അതറിയാം. അപ്പൊ ഈ വാങ്ങിച്ച പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കടുത്ത പ്രശ്നങ്ങൾ ആഭ്യന്തരമായി നിലനിന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് ഈ കൊടും കെടുതികളൊക്കെ ചെയ്യിപ്പിച്ചു വെച്ച് സ്വന്തം കിടപ്പാടം പോലും പണയം വെച്ച് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്തത് കോടിക്കണക്കിന് രൂപയുടെയായിട്ട് മാറിയത്. ആ നിലയ്ക്കും കോൺഗ്രസ് പാർട്ടി ചെയ്തു വെച്ചിട്ടുള്ള, ഈ മനുഷ്യനോട് ചെയ്തു വെച്ചിട്ടുള്ള ഈ മഹത്തായ കാര്യങ്ങൾ, ഈ നേതാവിന് ചെയ്തു കൊടുത്തിട്ടുള്ള, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങാടിപ്പാട്ട് പോലെ കേരളം ചർച്ച ചെയ്യുകയാണ്. പക്ഷെ ചർച്ച ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതാണ് അസിത ആദ്യം ചോദിച്ചത്, എന്താണ് മാധ്യമങ്ങൾ ചെയ്യില്ല. മാധ്യമങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അവർക്കറിയാം. ഇത് ചർച്ച ചെയ്യാനിരുന്നാൽ അവരുടെ ഒരു അന്തിച്ചർച്ചയ്ക്ക്, ഞാൻ പല ചാനലിലും ചർച്ചയ്ക്ക് പോകുന്നതാണ്, താങ്കളും വരുന്നതാണല്ലോ, നമ്മൾ ഒരുമിച്ച് പല ചർച്ചകളും നടത്തുന്നവരുമാണ്. പക്ഷെ അവിടെ നിന്ന് വരാത്തതിന് കാര്യം എന്താണ്? ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇതുപോലെ തന്നെ ആവർത്തിക്കപ്പെടും, മറുപടി പറയാൻ ബുദ്ധിമുട്ടും. അപ്പൊ ചാനൽ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടാതാകും. എന്ന് പറഞ്ഞാൽ ചാനൽ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ UDFന്റെ, കോൺഗ്രസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി അവർക്ക് സാധ്യത കിട്ടാതാകും. അതുകൊണ്ട് തന്നെ അവർ ആ ചർച്ച എടുക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഇല്ലാതാകുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ലിമിറ്റഡ് കസ്റ്റഡി ആണെങ്കിൽ അത് തന്നെ അനുവദിച്ചിട്ടുള്ളത്, കോടതി അനുവദിച്ചത്. ഇപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇന്നത്തെ കോടതി വിധിയെ പറ്റി പോലും നമ്മൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നയാളാണ്. പക്ഷെ അതിനുള്ള സമയം ഇപ്പൊ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് കീഴ്ക്കോടതി മുതൽ അപെക്സ് കോടതി, സുപ്രീം കോടതി വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല കേസുകളിൽ ജുഡീഷ്യൽ ആക്ടിവിസം ഏതൊക്കെ തരത്തിലാണ് പല രൂപത്തിൽ വരുന്നത്, അതൊന്നും ഞാൻ പറയുന്നുമില്ല ഇപ്പം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. UDFന്, കോൺഗ്രസിന് എത്രത്തോളം ഇതുകൊണ്ട് അവരുടെ പ്രോത്സാഹനം കൊടുത്ത് ഈ പ്രശ്നത്തിന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ കഴിയും, അത് മാത്രം ചെയ്യുക. എന്നിട്ട് അത് കുടിവെള്ളത്തിലേക്ക് മാറ്റുക, അവിടെ ബ്രുവറി ഡിസ്റ്റിലറി കേസാക്കി അത് മാറ്റുക. ഇന്ന് എത്ര ചാനലുകളാണ് ചർച്ച ചെയ്യുന്നത് നോക്കൂ. ചാനലുകളെല്ലാം ചർച്ച ചെയ്യുന്ന അതല്ലേ അസിത? ഈ പ്രശ്നം വേണ്ടെന്ന് ബോധപൂർവം വെക്കുന്നതാണ്. ഞാനത് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് അതാണ്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് പഠിപ്പിച്ച ആളാണ് നാരായണ ഗുരു. ആ കേരളത്തിലാണ് ഈ മാധ്യമങ്ങളും നമ്മളും ഒക്കെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് ആർക്കാണ് വേണ്ടത്? ഇടതുപക്ഷത്തിന് മാത്രം മതി എന്നുള്ളതാണല്ലോ ലൈൻ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
ഇക്കാര്യത്തിൽ വിജിലൻസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണങ്ങൾ കൃത്യമായി തന്നെയാണ് രൂപപ്പെട്ടു വരുന്നത്. അതിന്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞില്ലേ, അർബൻ ബാങ്കിന്റെയും ബത്തേരി സർവീസ് സഹകരണ സംഘത്തിന്റെയും പ്രശ്നങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഗൗരവമായി നിയമപരമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, കോടതികളിലടക്കം. ഓക്കെ, ഞാൻ വരാം. പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, താങ്കൾ തന്നെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പി ദിവ്യയുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങനെ ഒരു ആക്ഷേപം വന്ന ഘട്ടത്തിൽ തന്നെ പി ദിവ്യയുടെ പേര് ചിത്രത്തിലേക്ക് കൊണ്ടുവരാനും പി ദിവ്യ ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും മാറി നിൽക്കണമെന്നും പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്നൊക്കെ ഒരുപാട് ആവശ്യം ഉന്നയിച്ചവരാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും, അല്ലേ പ്രൊഫസർ റോണി കെ ബേബി? അപ്പോൾ നോക്കൂ, ഒരു ആരോപണം വരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികതയുണ്ടല്ലോ, അത് CPM നേതൃത്വത്തിനും CPM നേതാക്കൾക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെയാണ്? IC ബാലകൃഷ്ണനെതിരെ ഇവിടെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം, ബാക്കിയുള്ളതൊക്കെ മാറ്റി നിർത്തൂ, പണം കൊടുത്തു എന്ന് പറയുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ മാറ്റി നിർത്തൂ, NM വിജയൻ എന്ന വ്യക്തിയുടെ ആത്മഹത്യ കുറിപ്പ്, അതെങ്ങനെയാണ് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനാകുന്നത്? അത്രമാത്രം ഗുരുതര പരാമർശങ്ങൾ അതിലുണ്ട്. ഇനി ആ കത്തിനെ നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും 10 ദിവസം ആ കത്തുണ്ടായിരുന്നത് IC ബാലകൃഷ്ണന്റെ മക്കളുടെ കയ്യിലാണ്. അവരാണ് മാധ്യമങ്ങൾക്ക് ആ കത്ത് നൽകിയത്. അപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ കുടുംബത്തെയാണോ സംശയിക്കുന്നത്? ഞാൻ ഈ ചർച്ചയുടെ ആരംഭത്തില് ഇവിടെ അഷിത ചൂണ്ടിക്കാട്ടിയതുപോലെ ഞാൻ പി ദിവ്യ എന്ന പേരെ ഇവിടെ പരാമർശിച്ചത് ഞാനൊരു രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാൻ വേണ്ടിയല്ല. എന്താണ് വയനാട്ടിലെ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്? ഈ കേസ് 2 ദിവസം അവിടെ വാദം നടന്നപ്പോൾ ആ 2 ദിവസവും പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ തലശ്ശേരി സെഷൻസ് കോടതിയിലെ നോക്കൂ, അത് താങ്കൾ അങ്ങനെയാകാം അതിനെ കോട്ട് ചെയ്തത്. പക്ഷെ ഇങ്ങനെ താങ്കൾക്ക് അനുകൂലമാകുന്ന ഭാഗം മാത്രം അതിൽ നിന്നും അടർത്തിയെടുത്താൽ പോരല്ലോ. ഞാൻ ചോദിച്ചത് ആ കേസിനെ കുറിച്ചാണ്. ആ കേസിൽ എന്തായിരുന്നു കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് എല്ലാവരും ആവശ്യപ്പെട്ടത്? ഒരാരോപണം വരുമ്പോൾ അഗ്നിശുദ്ധി വരുത്തേണ്ട രാഷ്ട്രീയ ധാർമ്മികത, അതപ്പോൾ CPM-ന് മാത്രം മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഈ പി ദിവ്യയുടെ ആ കേസും ഇതും രണ്ടും വ്യത്യസ്തമാണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. എന്തായിരുന്നു പി ദിവ്യയുടെ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി മാത്രമാണോ വിമർശിച്ചത്? എന്തായിരുന്നു CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി? ആ പത്തനംതിട്ടയിലെ CPM-ന്റെ മുഴുവൻ നേതാക്കളും പി ദിവ്യക്കെതിരെ വന്നല്ലോ, പ്രതികരിച്ചല്ലോ, നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. കേരള സമൂഹം മുഴുവൻ കണ്ടതല്ലേ പി ദിവ്യ നടത്തിയ പ്രസംഗം? പ്രൈമ ഫേസിയ പ്രഥമ ദൃഷ്ടിയെ തന്നെ കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു. NM വിജയന്റെ കത്ത്, ആത്മഹത്യാ കുറിപ്പ്, അതിൽ IC ബാലകൃഷ്ണന്റെ പേര് നിരവധിയിടങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ CPM പ്രചരിപ്പിച്ച കഥ എന്തായിരുന്നു? പ്രിയങ്കനെ ശ്രീ NM വിജയൻ ആശുപത്രിയിലായ ആ നിമിഷം മുതൽ പറഞ്ഞെന്താണ്? അവിടെ വന്ന കോൺഗ്രസ് നേതാക്കൾ ഈ കത്ത് തട്ടിയെടുത്തോണ്ട് പോയി. അവിടെ ആത്മഹത്യയെക്കുറിച്ച് ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ അവിടുന്ന് തട്ടിയെടുത്തോണ്ട് പോയി, വാദം ഉന്നയിച്ചു. പക്ഷെ എന്താ, ഒരു ആത്മഹത്യക്കുറിപ്പ് അന്ന് പുറത്തു വന്നില്ല. പ്രൊഫസർ റോണി കെ ബേബി, സ്വാഭാവികമായും ആത്മഹത്യ നടക്കുമ്പോൾ ആത്മഹത്യക്കുറിപ്പ് ഉണ്ടോ എന്നുള്ളത് CPM-ന് സംശയിക്കാം. NM വിജയൻ മരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം കൈരളി ഉൾപ്പെടെ വാർത്ത നൽകുമ്പോൾ NM വിജയന്റെ ആത്മഹത്യാ ശ്രമത്തിൽ അതിനൊപ്പം കൊടുക്കുന്ന വാർത്ത ഇങ്ങനെ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിൽ പേരുണ്ടായിരുന്ന ആളാണ് NM വിജയൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ ആത്മഹത്യക്കുറിപ്പ് ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായും എതിർപക്ഷത്ത് നിൽക്കുന്നവർ സംശയിക്കും. പ്രൊഫസർ റോണി കെ ബേബി, അതിന് ഒരു അസ്വാഭാവികതയും ഇല്ല. പിന്നീട് അത് പുറത്തു വരുന്നു. അത് പുറത്തു വരുമ്പോൾ IC ബാലകൃഷ്ണന്റെ പേര് അതിൽ എത്ര ഇടങ്ങളിലുണ്ട്? അപ്പോൾ ആ ഉത്തരവാദിത്വം IC ബാലകൃഷ്ണൻ ഏറ്റെടുക്കേണ്ടേ? അല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് വളരെ ഗുരുതരമായ ഇവിടെ സംശയം. ഇവിടെ അശ്വത പറഞ്ഞതുപോലെ ആ കത്തുവിന്റെ ജെനുവിനിറ്റിയെ ഞങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തത് മുഴുവൻ ഈ പറയുന്ന മുൻകൂർ ജാമ്യ ഹർജിയില് ഞങ്ങളുടെ വാദം ഞങ്ങൾ അവിടെ ഉയർത്തിയത് മുഴുവൻ ഈ കത്തിന്റെ ജെനുവിനിറ്റിയാണ്. ഞാൻ ചോദിച്ചത് ആ കത്തിന്റെ ജെനുവിനിറ്റി എന്ന് പറയുമ്പോൾ ആ കത്ത് 10 ദിവസം സൂക്ഷിച്ചത് മക്കളാണ്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു മരണം നടന്ന് 10 ദിവസത്തിന് ശേഷമാണ് അങ്ങനെ ഒരു കത്ത് പുറത്തു വരുന്നത്. അതെന്തുകൊണ്ട് 10 ദിവസം എടുക്കുന്നു? അതും NM വിജയൻ എന്ന വ്യക്തിക്ക് കോൺഗ്രസിനോടുള്ള ഒരു ധാർമ്മിക ബോധമാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നു ഇത് എത്തേണ്ട ഇടങ്ങളിൽ എത്തിയ ശേഷം. അതാരൊക്കെയാണ്? സുധാകരനും സതീശനും. അതിനുശേഷം അവിടെ നിന്ന് ഒരു ഉറപ്പും ലഭിച്ചില്ലെങ്കിൽ മാത്രം ഈ കത്ത് പുറത്തുവിടുമെന്ന് മക്കളോട് പറയുകയാണ്. അങ്ങനെ മക്കൾ 10 ദിവസം സൂക്ഷിച്ച കത്തിനെ കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ NM വിജയനെ സംശയിക്കുന്നു, ഇല്ലെങ്കിൽ ആ കുടുംബത്തെ സംശയിക്കുന്നു. അതിലേതാണ് അപ്പോൾ യാഥാർത്ഥ്യം?
കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നതിനെ കുറിച്ച് ആ കുടുംബത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നും ആ എന്താണോ അവരുടെ പ്രശ്നങ്ങൾ അല്ലെ അവരുടെ വിഷയങ്ങൾ എന്താണോ അല്ലെ ഈ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുമെന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് പോയി. അല്ലാതെ ആ കുടുംബത്തെ ഞങ്ങൾ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കില്ല. ആ കുടുംബത്തിലുള്ള ആ കത്തിൽ ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി എന്ന് പറയുന്നു. ആ കത്ത് കൈവശം വെച്ചവർക്കേ അത് കൂട്ടിച്ചേർക്കാൻ കഴിയൂ അല്ലേ? അപ്പോൾ അവരല്ലെങ്കിൽ പിന്നെ ആര്? അല്ല, ആ കത്ത് പോലീസിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. അതാണ് പോലീസിന്റെ കയ്യിൽ വരുന്നതിന് മുൻപ് അത് മാധ്യമങ്ങളുടെ കയ്യിൽ വന്നിരുന്നല്ലോ. മാധ്യമങ്ങൾ ആ കത്തിലെ ഓരോ പേജുകളും പുറത്തുവിട്ടിരുന്നല്ലോ. നമ്മുടെയൊക്കെ കയ്യിൽ ആ കത്തിന്റെ കോപ്പി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ ആ കത്ത് കൈവശം വെച്ചവർക്ക് മാത്രമേ സാധിക്കൂ, ഇല്ലെങ്കിൽ കത്തെഴുതിയ ആൾക്ക്. അല്ല, അതിന്റെ പിന്നിലുള്ള കാരണം ഞാൻ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രോസിക്യൂഷൻ കഴിയുന്നില്ലല്ലോ. അവിടെയാണ് ഞങ്ങളുടെ കൃത്യമായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ഞങ്ങളുടെ വാദം എന്ന് പറയുന്നത്. പ്രോസിക്യൂഷൻ ഇതൊരു ആത്മഹത്യക്കുറിപ്പാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാം അതിനകത്ത് പ്രഥമ ദൃഷ്ടിയെ കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഇതൊരു നിസ്സാര സംഭവമല്ല. 2 വ്യക്തികളുടെ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട കേസാണ്. ഇത്ര ഗുരുതരമായ കേസാണ്. ഇവിടെ വേണമെങ്കിൽ MLAക്ക് വേണമെങ്കിൽ നിയമത്തിന്റെ പരിരക്ഷ അനുസരിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആനുകൂല്യം കിട്ടാം. പക്ഷേ മറ്റ് ആളുകൾ ഇതിനകത്ത് ഭാഗത്തുണ്ടല്ലോ. ഞാനിവിടെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യും. ജയേന്ദ്ര മാഷോട് കോടികളുടെ കണക്ക് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് IC ബാലകൃഷ്ണ പേരിൽ പറഞ്ഞിരിക്കുന്ന 7 ലക്ഷം രൂപയാണ്. അതിൽ 2 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ തിരിച്ചു കൊടുത്തു. ബാക്കിയുള്ള 5 ലക്ഷം രൂപയാണ്. ND അപ്പച്ചന്റെ പേരിലുള്ള 10 ലക്ഷമാണ്. പിന്നെ എവിടെയാണ് ഈ കോടികളുടെ കണക്കൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. NM വിജയന്റെ കടം അതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ മുൻപ് പ്രൊഫസർ റോണിക്ക് ബേബി ഈ നിയമനത്തിന്റെ കഥ മാത്രമല്ല കേട്ടോ. ഇതിനു മുൻപ് ഭരണം പിടിക്കാനായി എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു BJP നേതാവിനെ സ്വന്തം പാളയത്തിൽ കൊണ്ടുവരാൻ അന്ന് കോൺഗ്രസ് കൊടുത്ത പണത്തിന്റെ കണക്ക് കൂടിയുണ്ട്. 32 ലക്ഷം രൂപ അദ്ദേഹം ലോൺ എടുത്താണ് കൊടുത്തത്. ആ ലോൺ പലിശയും കൂട്ടുപലിശയും അടക്കം എത്ര രൂപയായിട്ടുണ്ട് എന്നുള്ളത് അറിയാമോ? ഇതൊക്കെ NM വിജയന്റെ വ്യക്തിപരമായ ബാധ്യതയല്ല. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. എനിക്കിവിടെ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇവിടെ ആദ്യമേ ഈ പറഞ്ഞ DYSP തലത്തിൽ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഈ സർക്കാരിന് ആവശ്യമുള്ള പോലീസിന് ആവശ്യമുള്ള CPMന് ആവശ്യമുള്ള എവിഡൻസ് കിട്ടാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്തിനാണ് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൊടുത്തത്? അതിന്റെ ഉത്തരം പറ. ഈ കേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെറിറ്റിലേക്ക് ഈ കേസ് എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കാണാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഈ കോടതിയിൽ ഈ പറയുന്ന ജാമ്യ ഹർജി വന്ന് അല്ല അതിന്റെ വിചാരണ നടക്കുന്നതിന്റെ 4 ദിവസം ക്രൈംബ്രാഞ്ചിലേക്ക് നിങ്ങൾ അന്വേഷണം കൊടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇവിടെ വളരെ ദുരൂഹതയുണ്ട്. ഇവിടെ ഈ പറയുന്ന കൃത്യമായി ഫാബ്രിക്കേറ്റഡ് ചെയ്ത് അല്ലെ കോൺഗ്രസ് കരിവാരി ചേക്കുന്നവരുണ്ട്. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനോട് ഉത്തരം കണ്ടില്ല. 2021 CPMന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് MLAയുടെ ഓഫീസിലേക്ക് നടത്തി. വർഷം ഇപ്പോൾ 3 കഴിഞ്ഞു. ഈ 3 വർഷത്തിനകം എന്ത് നിയമ നടപടി? CPMന്റെ ഗവൺമെന്റ് ഭരിക്കുന്നു, CPMന്റെ പോലീസ് ഭരിക്കുന്നു. ഇവിടെ എന്ത് നടപടി? ഒരു അന്വേഷണം പോലും എന്തുകൊണ്ട് 3 വർഷം ഇവിടെ നടന്നില്ല? ചോദ്യം നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് എത്രമാത്രം ഈ പറയുന്ന വിജയൻ ചേട്ടന്റെ കുടുംബത്തോട് നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ മാനവികതയും മനുഷ്യത്വവും ഇവിടെ നടപ്പാക്കണമെന്ന രീതിയായിരുന്നു CPMനെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ അന്വേഷണത്തിന് നിങ്ങൾ നടക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ അന്വേഷണം കഴിഞ്ഞ 5-6 വർഷമായി നടത്തിയില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ ഇപ്പോഴാണല്ലോ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നത്, ആക്ഷേപം വരുന്നത്, ആത്മഹത്യാ കുറിപ്പ് വരുന്നത്. അപ്പോൾ അന്വേഷണം നടക്കുന്നു. അല്ല അപ്പോൾ പിന്നെ എന്തിനാ 2021 ഈ പറയുന്ന ഈ IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് CPM മാർച്ച് നടത്തിയത്? അന്ന് ഈ ആക്ഷേപവും പിന്നെ പരാതിയോ ഒന്നും ഇല്ലായിരുന്നോ? ഞാനിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് തന്നെ പോലീസിൽ പരാതി കൊടുത്തതാണ്. ഈ പറയുന്ന ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം 2 പേരുടെ പേര് തന്നെ ഞാൻ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവദാസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്രട്ടറി മണ്ഡലം ഉൾപ്പെടെ അവിടെ പരാതി കൊടുത്തതാ. എന്തുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയില്ല? കഴിഞ്ഞ 4-5 വർഷമായി എന്തുകൊണ്ടാണ് പോലീസ്? കാരണം ഇവിടെ നിങ്ങൾ സാങ്കേതികമായി പറയാം പിന്നെ പരാതി പിന്നെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അന്വേഷണം നടത്തില്ല. പക്ഷെ പരാതി കിട്ടും, കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാനുള്ള ഏക തെളിവ് എന്ന് പറയുന്നത് IC ബാലകൃഷ്ണൻ അദ്ദേഹം DCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ലക്ഷക്കാണിൽ അദ്ദേഹം നടത്തിയ ഒരു ശുപാർശ. അദ്ദേഹം MLA സ്ഥാനത്ത് ഇരുന്നത് കൊണ്ട് DCC പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ചിലപ്പോൾ MLAയുടെ സിംബലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കിട്ടിയിരിക്കാം. ഇത് ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാ. CPMന്റെ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഒക്കെ അവരുടെ കീഴിലുള്ള ബാങ്കുകൾ വരുമ്പോൾ ശുപാർശ സർക്കാരിൽ എല്ലാ പാർട്ടിയും ശുപാർശ കൊടുക്കും. വേണോ വേണ്ടയോ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് അതായത് ബാങ്കിന്റെ പരിസ്ഥിതിയാണ്.
DCC പ്രസിഡന്റ് അദ്ദേഹത്തിനടുത്ത് പല ആളുകളും ഒരുപാട് ആളുകൾ പാർട്ടി ശരി ശരി പ്രവർത്തകരൊക്കെ പ്രൊഫസർ ഞങ്ങൾക്ക് മണിക്ക് DCC ടീമിന് പ്രസിഡന്റ് അങ്ങനെ ഒരു ശുപാർശ കൊടുക്കാം, അതിലൂടെ തെറ്റുമില്ല. പക്ഷേ MLA അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ കൊടുക്കുന്നതിലാണ് അതിൽ നിയമവിധേയമല്ലാത്ത കാര്യങ്ങളുള്ളത്. ശ്രീ CK ശശീന്ദ്രൻ നോക്കൂ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഇത്ര നാൾ അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ മുൻപ് പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതും നോക്കൂ. പോലീസ് അന്വേഷണത്തിൽ വേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്താത്തത് കൊണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി എന്നൊരു വിചിത്രവാദവും. പ്രൊഫസർ ഉന്നയിക്കുന്ന ക്രൈംബ്രാഞ്ചിലേക്ക് പോയി എന്നുള്ളത് കേസ് അത്രമാത്രം ഗൗരവമുള്ളതാണ്. അതാണ് വിഷയം. വളരെ ഗൗരവമേറിയ ഒരു കാര്യം. കൂടുതൽ വ്യക്തത വരുത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും, അല്ലാതെ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലൊന്നും സംശയമുള്ളതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിൽ അവിടുത്തെ DYSP ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. അത് മാറ്റുകയല്ല ചെയ്തിരിക്കുന്നത്. കൂടുതൽ അത് സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യത്തിൽ 17 പേരുടെ ഇന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവും MLA യും കൂടെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ കേസ് അന്വേഷിക്കണം. ആ കേസ് അന്വേഷിക്കുന്നതിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ കൂടുതൽ ശക്തമായ അന്വേഷണത്തിനൊക്കെ ആവശ്യമായ ഒരു പോലീസ് സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ്. ആ ചുമതലയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിലപ്പുറത്തേക്ക് ഇത് കാണണ്ട. ഇവിടെ ഇത്ര വലിയ തെളിവും കാര്യങ്ങളെല്ലാം വന്ന് ഇപ്പോഴല്ലേ പ്രൊഫസർ അത് മനസ്സിലാക്കുന്നില്ലേ? നേരത്തെ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോഴല്ലേ വന്നിരിക്കുന്നത്. CPM-നല്ല തെളിവ് ശേഖരിക്കുന്നത്. തെളിവ് ശേഖരിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ 2021 മാർച്ച് നടത്തിയത് അന്നത്തെ പത്രവാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ചില പ്രസ്താവനകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ട് ഈ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത് എന്ന അർത്ഥത്തിൽ പ്രതിപക്ഷ തെളിയിക്കുന്ന ഒരു MLA എന്ന നിലക്ക്, ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ പേരിൽ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരം അന്ന് നടന്നിരുന്നത്. അന്ന് ഇത്രമാത്രം തെളിവുകൾ നമ്മുടെ മുമ്പാകെ വന്നിരുന്നില്ല. ഇപ്പൊ തെളിവുകൾ വന്നിരിക്കുകയല്ലേ. ഇത് മാത്രമല്ല തെളിവ്, കത്ത് മാത്രമല്ല. നിങ്ങൾ എത്ര ഇതും വ്യാജ കത്താണ് എത്ര പ്രചരിപ്പിച്ചാലും അതെല്ലാം തെളിയിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല. ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ പ്രൊഫസറെ? അല്ലല്ലോ വേണ്ടത്. ഇപ്പോഴാണെങ്കിൽ കൂടുതൽ തെളിവുകൾ വന്നിരിക്കുകയാണ്. വിജയന്റെ വീട്ടിൽ നിന്ന് ഡയറി പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ഡയറിയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. നാൾ വഴി കുറിപ്പുകളുണ്ട് ഡയറിക്കകത്ത്. അതെല്ലാം പോലീസ് അന്വേഷണത്തിലായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അവർക്ക് അത് അന്വേഷിക്കാൻ വേണ്ടി കഴിയും. വിജിലൻസ് അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ കൊള്ളയെ സംബന്ധിച്ചും 2 പേരെ ഇവിടെ മരണത്തിനിടയാക്കിയ ഒരാളെ അച്ഛൻ എനിക്ക് ശേഷം അവന്റെ ജീവിതം പ്രയാസപ്പെടുമെന്ന് മനസ്സിലാക്കി അച്ഛൻ അവനെയും കൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ട്, കോൺഗ്രസ് അല്ലാതെ വേറൊന്നും ചിന്തിക്കാതിരുന്ന ഒരാളെ കുറിച്ച് അയാൾക്ക് വേണ്ടി വാദിക്കാതെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? കൊള്ള സംഘത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർക്ക് വേണ്ടിയോ? MLA നിനക്ക് കൊള്ള നടത്തിയ കൊള്ള അല്ലാതാവുകയോ, അഴിമതി നടത്തിയാൽ അഴിമതി അല്ലാതായി മാറുകയോ? പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ അവരെല്ലാം. MLA-യുടെ വീട്ടിൽ ചെന്ന് ബഹളം വെച്ചപ്പോൾ എനിക്ക് ഇത്ര പൈസ കിട്ടിയെന്ന് ഒരാൾ പോലീസിന് മൊഴി കൊടുത്തില്ലേ? ബാക്കി ഇത്രയും കൂടി കിട്ടാണ്ടെന്ന് പറയുന്നില്ലേ? ഇതൊന്നും കേൾക്കുന്നില്ലേ നിങ്ങൾ? ഇതിൽ നിങ്ങളൊരു നടപടി സ്വീകരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ കോടതി ശിക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ ദിവ്യയെ. അത് കേസല്ലേ. നാളെ കേസ് എന്തോ ആവട്ടെ, ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചല്ലോ. അവരോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിയാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ധാർമ്മികതയുണ്ടോ? രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, ധാർമ്മിക നിലപാടുണ്ടോ? അതില്ലല്ലോ. എന്നിട്ട് വീണ്ടും ന്യായീകരിച്ച് കാര്യങ്ങൾ കൊണ്ടിരുന്ന ഒരു നിലപാടല്ലേ ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ കൂടെയാണ് നിങ്ങൾ? മരിച്ച വിജയേട്ടന്റെ കൂടെയാണോ, അതോ വിജയന്റെ മരണത്തിൽ തള്ളിവിട്ട അതിനേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടിയാണോ, നേതാക്കളുടെ കൂടിയാണോ? അതാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. അന്നത്തെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള MLA വളരെ ശക്തമായി ആവശ്യപ്പെട്ട് കാശ് മേടിച്ചതാണെന്ന് ഇപ്പൊ ആർക്കാ നിഷേധിക്കാൻ വേണ്ടി കഴിയുക? ഞങ്ങൾ പറയുന്നതാണോ? CPM-ന്റെ രാഷ്ട്രീയ ആരോപണമാണോ? അല്ല. നിങ്ങളുടെ ജീവിതാവസാനം വരെ കോൺഗ്രസിനെ സ്നേഹിക്കുകയും കോൺഗ്രസിന് ഒരു പോറൽ പോലും നിൽക്കാതെ 19 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ യാതൊരു മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ, മറ്റു യാതൊരു രക്ഷയുമില്ലാത്ത അവസരത്തിൽ മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തോട് നിങ്ങൾക്ക് ബാധ്യതയില്ലേ? തീർച്ചയായും ശ്രീ CK ശശീന്ദ്രൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. ശ്രീ M ജയചന്ദ്രൻ, ഇതൊരു തുടർച്ചയാണ് എന്നുള്ളതാണ്. വയനാട്ടിൽ മാത്രമല്ല, വയനാട്ടിൽ ഇപ്പോൾ കോടികളുടെ അഴിമതിയുടെ കണക്ക് നമ്മൾ പറയുന്നു, കഥ പറയുന്നു. ആലപ്പുഴയിൽ കണ്ടില്ലേ, അരുതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി പിന്നീടുണ്ടായ വിവാദം. ഒരു കോൺഗ്രസ് നേതാവിന് തന്നെ കൊടുക്കാനായി പിരിച്ചെടുത്ത പണം അവർക്ക് കിട്ടിയില്ല എന്ന് അവർക്ക് പരസ്യമായി പറയേണ്ടി വരികയാണ്. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ 211 കോടിയുടെ തട്ടിപ്പാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അതെ, ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്.
ഇപ്പോ താങ്കൾ പ്രൊഫസർ ഓടിക്കെ ബേബി ചോദിച്ച വിഷയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇത് ചേർത്ത് പറയുന്നത് കേട്ടോ. അത് 2020-21 കാലത്തിൽ അന്ന് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം, അതിനോട് CPIM ക്രിയാത്മകമായി പ്രതികരിക്കണമല്ലോ. ആ പ്രതികരണം അവർ നടത്തി, CPIM നടത്തി. പക്ഷേ IC ബാലകൃഷ്ണൻ എന്നുള്ള നേതാവ്, ND അപ്പച്ചൻ, KL പൗലോസ് തുടങ്ങിയ നേതാക്കൾ ഇപ്പൊ അവരെയൊക്കെ ആ തരത്തിലേക്ക് ഇകഴ്ത്താനോ അവമതിക്കാനോ ഒന്നും CPIM എന്ന രാഷ്ട്രീയ പാർട്ടി എതിർപക്ഷത്ത് നിൽക്കുന്നതായിട്ട് പോലും ശ്രമിക്കുന്നില്ല. അതാണ് വസ്തുത. ആ വസ്തുതയാണ് നിങ്ങൾ അക്നോളജ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ. അതിനു പകരം എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല എന്നാണ് ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത്. എത്ര വിചിത്രമായ ചോദ്യമാണത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ ഇതിന്റെ അകത്ത് അവർ ഈ പറഞ്ഞ നേതാക്കൾക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ 3 നേതാക്കൾ തമ്മിലുള്ള വീതം വെപ്പാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നതല്ലേ, ഇപ്പോഴും നമ്മുടെ ഉള്ളതല്ലേ ആ സാധനം. ഏതാണ് 3 പേര്? ആരൊക്കെയാണ്? KL പൗലോസ്, ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ. ഈ 3 നേതാക്കൾ തമ്മിൽ പിന്നെ നിയമനത്തിന്റെ പണം, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ബാങ്ക് നിയമനത്തിൽ വയനാട് ജില്ലയിലെ മുൻ പ്രസിഡന്റുമാർ 3 പേരും, അത് ഞാൻ ഈ പറഞ്ഞ 3 പേരും അടക്കമുള്ളവർ തമ്മിൽ പണം വീതം വെച്ചതിലെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് ബാങ്ക് വിവാദം വലിയ വിഷയമായത് എന്നതാണ് സത്യം എന്ന് NM വിജയൻ പറയുകയാണ്. അപ്പം അന്വേഷണം ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്, അതിലേക്ക് അടക്കം പോകണം എന്നുള്ള സൂചനകളാണ് വരുന്നത്. അത് വരുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് ഈ ഗ്രാവിറ്റി, ഇത്രയും വലിയ ഗ്രാവിറ്റിയുള്ള കേസിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം കൊണ്ട് മാത്രം പിന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് കൈമാറുന്നത്. സൈമൾട്ടേനിയസ് ആയിട്ട് വിജിലൻസിനും പോയിട്ടുണ്ട്, ലോകായുക്തയ്ക്ക് വേറെ പോയിട്ടുണ്ട്. അത്തരത്തിൽ പല ബ്രാഞ്ചസ് ആയിട്ടാണ് ഈ അഴിമതി സംബന്ധിച്ച അന്വേഷണങ്ങൾ ഇനി ഒന്നിച്ച് വരുന്നത്, ഏകോപിതമായിട്ട് വരുന്നത്. അത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. അത് അദ്ദേഹത്തിന്റെ മരണമാണ് കാരണം. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കപ്പെടുകയും വിവാദമാവുകയും ഇപ്പോഴത് ചർച്ചയ്ക്ക് നമ്മുടെ മുമ്പിൽ വരികയും ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. അതുപോലെ തന്നെയാണല്ലോ ഈ കോട്ടയത്ത് 211 കോടി രൂപയുടെ പ്രശ്നം. ആർക്കെങ്കിലും ഒരു ഞെട്ടലുണ്ടോ പിന്നെ പ്രൊഫസർ ഓടിക്കെ ബേബി ഈ ഒരു പ്രശ്നം കേട്ടിട്ട്? അതുപോലെ തന്നെ പിന്നെ ഹരിതാബാബു മേഘയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം തിരിച്ചെടുത്തിട്ട് കൊടുത്തില്ല. എന്താണ് പാർലമെന്ററി പാർട്ടി ലീഡറും പിന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറയുന്നത്? അത് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് പരിഹരിക്കേണ്ടതെന്ന്. അങ്ങനെയാണോ വാസ്തവത്തിൽ ചെയ്യേണ്ടത്? അങ്ങനെയാണോ? ഒരു പ്രശ്നം ഒരു സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവർ പറഞ്ഞിട്ടുണ്ടെന്നും എനിക്കൊരു യോജിപ്പുമില്ല, അതിന് അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിതാബാബു എന്താണ് നിലപാടെടുത്തിട്ടുള്ളത്, ആ നിലപാടാണ് പറയുന്നത് ശരി എന്ന് ഇൻ അഡ്വാൻസ് ആയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളതെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പൊ കോൺഗ്രസിന്റെ അകത്തടങ്ങളിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പുറപ്പെടുന്നത്. അത് തന്നെ ഇത് ചെറിയ വെടിക്കെട്ടാണെങ്കിൽ മറ്റേത് വലിയ സംഭവമായും ദാരുണമായ ആത്മഹത്യകളായി മാറി എന്നുള്ള വ്യത്യാസമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ അടിമുടി ഈ സംവിധാനം, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, അതിന്റെ സഹകരണ മേഖലയിലെ ഇടപെടല്, പ്രവർത്തനങ്ങൾ ഒക്കെ നിൽക്കുന്നത് എങ്ങനെയാണ്? അഴിമതിയിൽ മുങ്ങിക്കുഴിച്ചാണ്. അത് തന്നെയാണ് കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിൽ ഇത് പ്രോസിക്യൂഷൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇത് ചെയ്തില്ല എന്നുള്ളതല്ലോ പ്രശ്നം. ആദ്യം തന്നെ അസിത ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്ന് തള്ളിയാൽ മതിയല്ലോ. ഇത് നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ തള്ളിയാൽ മതിയല്ലോ. അങ്ങനെയല്ലോ ചെയ്തത്. അത് ആ കസ്റ്റഡി വരെ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ കസ്റ്റഡിയിലേക്ക് വരികയുമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ. അപ്പൊ ആ കേസ് എങ്ങോട്ടാണ് കൂടുതൽ പോകുന്നത്? കൂടുതൽ ഗൗരവത്തിലേക്കാണ് പോകുന്നത്. കൂടുതൽ ഗൗരവത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയമായി നിങ്ങളുടെ ധാർമ്മികതയെ മാത്രമല്ല, നിങ്ങൾ കൊണ്ടു നടക്കുന്ന അഭിപ്രായ ഗതികളെയും തീരുമാനങ്ങളെയും ഒക്കെ വളരെയധികം പ്രതികൂലമായി ബാധിക്കാൻ നിയമപരമായി തന്നെ ഒരുപാട് സാഹചര്യങ്ങളും പ്രത്യേകതകളും ഉള്ള കേസായിട്ട് തന്നെയാണ്. എന്തായാലും അന്വേഷണം ആ നിലയിൽ നടക്കട്ടെ എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ CK ശശീന്ദ്രൻ, പ്രൊഫസർ ഓടിക്കെ ബേബി, M ജയചന്ദ്രൻ ന്യൂസ് സർവീസിൽ സഹകരിച്ചതിന്.